നമസ്കാരം, ഹോം സ്റ്റൈൽ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് രാജശ്രീ ഇൻറ്റീരിയേഴ്സ് ചെയ്ത പുതിയൊരു വീടാണ്. ആ വീഡിയോയിലേക്ക് പോകാം. പട്ടേപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെയ്യുന്ന ഒരു വീടാണ്. നമുക്ക് അകത്തേക്ക് കയറാം. ഇതിൻ്റെ ഡോറടക്കം നമ്മൾ തേക്കിലാണ് ചെയ്തേക്കുന്നത്. കട്ടളയും ഫുള്ള് തേക്കിലാണ്. ഇത് ലിവിങ് റൂമാണ്. ഈ വാള് ചെയ്തേക്കുന്നത് PVC പാനലാണ്. മിറാക്കി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പൂജാത്തട്ട്, ഒരു ബ്രാസിൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹമാണ് കൊടുത്തിരിക്കുന്നത്. അത് മൾട്ടിവുഡിൽ അക്കറിലേക്കാണ് ചെയ്തേക്കുന്നത്. സോഫ അമേരിക്കൻ ക്ലോത്താണ് ഇതിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ 2 തട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബുദ്ധൻ്റെ പ്രതിമ. നമുക്ക് ഹാളിലേക്ക് കിടക്കാം. ഹാളിൽ പ്രധാനമായി ചെയ്തേക്കുന്നത് ഒരു സോഫയാണ്. ഇത് അമേരിക്കൻ ബ്രാൻഡാണ്, ലെതർ എടുത്തിരിക്കുന്നത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഒരു ടീപ്പോയി, അത് അക്കറിലേക്കിൽ മൾട്ടിവുഡാണ്. ഹാളിൽ വന്ന് കയറുമ്പോൾ തന്നെയുള്ള സ്റ്റെയർ കേസാണ്. അപ്പോൾ അത് വുഡൻ തേക്കിലും ചെറുതായിട്ട് ഗ്ലാസും കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തേക്കണം. ഒരു ചെറിയൊരു കഷ്ണം ഗ്ലാസും അതുപോലെ ചെറിയൊരു ആസിഡ് വർക്കുണ്ട്. ഒരു ചെറിയൊരു ക്രിസ്റ്റൽ ഉണ്ട് നടുക്കിൽ. അങ്ങനെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് കോണിച്ചോടാണ്. കോണിച്ചോട് ക്യാബിൻ വെച്ച് അടച്ച് കളയലാണ് പൊതുവേ നമ്മൾ എല്ലാവരും ചെയ്യാറ്. നമ്മിത് കുറച്ചും കൂടി ഒരു ഓപ്പൺ സ്പേസ് ആക്കിയേക്കാണ്. കുറച്ച് പെബിൾസൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം, ഇങ്ങനെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടെ വെള്ളം വരണേ. 2 താറാവ്, കുറച്ചും കൂടി ഒരു ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാഴ്ചയ്ക്ക്. അടുത്തതായി നമ്മൾ ചെയ്തേക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ്. ഇത് ഹോളിൻ്റെ ഭാഗമായി തന്നെ ചെയ്തേക്കുന്ന ഒരു TV യൂണിറ്റാണ്. ചെറിയൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോൾ ഭാഗത്ത് പ്രൊഫൈൽ സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തിരി വലിയ TV തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് അക്കറിലേക്കാണ്. ഇത് മൾട്ടിവുഡിൽ മൈക്ക ഒട്ടിച്ചേക്കാണ് നമ്മൾ. ഈ ബാക്ക്ഗ്രൗണ്ട് ഇത് വൈറ്റ് കളർ അക്കറിലേക്കാണ്. ഈ സൈഡ് അക്കറിലേക്കാണ്. ഇത് മീറ്റർ ബോർഡാണ് കേട്ടോ. മീറ്റർ ബോർഡാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. TV സ്റ്റാൻഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മിങ്ങനെ ബ്രാസിൻ്റെ പ്രൊഫൈൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. മൈക്കയുടെ ഇടയ്ക്കിടയ്ക്ക് ലൈൻ അടിക്കുന്നതിന് പകരം നമ്മൾ പൊഴിക്ക് പകരം ബ്രാസിൻ്റെ സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഇവിടെ ഉണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ റൈറ്റ് സൈഡ് ഒരു ബാത്റൂമാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഒരു ഭംഗിയായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ ടെസ്റ്റർ വർക്കാണ് നമ്മൾ ചെയ്യാറ് ഈ ഭിത്തി. പക്ഷെ നമ്മൾ ഈ വാള് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചേക്കാണ്. എന്നിട്ട് സിൽവർ അപ്പോക്സി ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത് മൈക്കാണ്, ടെക്സ്ചർ വർക്കല്ല ഇത്. അപ്പോൾ വീടിൻ്റെ ഓണർ വെറൈറ്റി വേണമെന്ന് പറഞ്ഞ് നമ്മളിതെങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്ക് മുകൾ ഭാഗത്തൊക്കെ ഒന്ന് കാണാം. മുഴുവൻ ഡോറുകളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് തേക്കിലാണ്. നമുക്ക് മുകളിലെ ഒരു സിറ്റ് ഔട്ടാണിത്. ഇവിടെ ഒരു ആട്ടുകട്ടിലുണ്ട്. തേക്കിലാണ് നമ്മളിത് പണിതിരിക്കുന്നത്. ഇതൊരു നല്ല ഭംഗിയായിട്ടുള്ളൊരു മ്യൂസിക്കാണിത്. കാറ്റത്ത് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഭയങ്കര കാറ്റാണല്ലോ ഇവിടെ. ഇത് വാളിൽ PVC പാനലാണ് ചെയ്തേക്കുന്നത്. നമുക്കിനി നെക്സ്റ്റ് ഒരു ബെഡ്റൂമും കൂടി പരിചയപ്പെടാം. കട്ടിൽ ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. ഇത് നമ്മൾ പാക്ക് ചെയ്തേക്കാണ് മൾട്ടിവുഡ് കൊണ്ട്. മൈക്കാണ് നമ്മളിത് മുട്ടിച്ചേക്കുന്നത്. കട്ടിലിൻ്റെ ഹെഡറിൽ ഒരു കുഷ്യൻ്റെ പീസുണ്ട് ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ വാളിൽ
മൈക്ക മൾട്ടിവുഡ് തന്നെയാണ്, വാൾപേപ്പർ അല്ല. സീലിങ്ങിൽ 2 സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കട്ടിലിൻ്റെ സൈഡിൽ 2 സൈഡ് ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ മുറിയിൽ തന്നെ ഒരു ഓഫീസ് ടേബിൾ ചെറുത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം. ഒരു വലിയ വാർഡ്രോബ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് മൾട്ടിവുഡിൽ അക്കർലിക്ക് തന്നെയാണ്, വൈറ്റ് കളറ്. ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിള്, കട്ടിൽ, ഫാമിലി കോട്ടാണ്, ഒരു ചെറിയ സൈഡ് ബോക്സ്. വാളിൽ നമ്മൾ ഒരു മൾട്ടിവുഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ട് മെറൂൺ കളർ പെയിൻ്റ് അടിച്ചേക്കാണ്. സീലിങ്ങിൽ ജിപ്സത്തുമ്മൽ ഒരു ചെറിയ പ്രൊഫൈൽ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട് 2 ബാത്റൂം ഡോറ് ഈ വീടിൻ്റെ ചെയ്തേക്കണ PVC തന്നെയാണ്, എല്ലാ റൂമിൻ്റെയും PVC തന്നെയാണ്. ഈ വീട്ടിൽ തന്നെ ഒരു ഓഫീസ് സാറിന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ ഇരിക്കല്ലേ, നമ്മളല്ല കേട്ടോ, സാറിൻ്റെ ഇതൊക്കെ. കമ്പ്യൂട്ടർ വയ്ക്കാൻ, ലെഫ്റ്റിലൊരു ബുക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു ഫയലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി കൂടി ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സോഫ നമ്മുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കട്ടില്, ഇതിൻ്റെ അകത്തും ചെറിയൊരു നമ്മൾ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടേബിള്. കട്ടിൽ ചെയ്തേക്കണ് തേക്കിൽ തന്നെയാണ്. ഇരുവശത്തും ഒരു ഡ്രോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മൈക്കയുടെ ഉള്ളിൽ നമ്മൾ ഇത് കുഷ്യൻ തന്നെ ചെയ്തേക്കണേണ്. ഇത് ചെറിയൊരു സ്റ്റോൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്തേക്കണേണ്. പിന്നെ ഈ കട്ടിലിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് 2 തട്ടുമ്മൽ ബ്രാസിൽ 2 ആനക്കുട്ടികളെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരെണ്ണം കൂടി നമ്മളൊരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ, കമ്പ്യൂട്ടറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതും കൂടി ഒരെണ്ണം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണർ വൈഫിന് ജോലിയുള്ളതാണ്, അപ്പോൾ വൈഫ് ജോലി ചെയ്യണമെന്ന് അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. നെക്സ്റ്റ് വാർഡ്രോബ്. ഇതിൽ ഹാങ് ചെയ്യണതാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തേക്കണത്. അതിൻ്റെ അടിയിൽ തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡോറ് തുറക്കുമ്പോൾ തട്ടുകളാണ്, മുഴുവൻ തട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 അടി നമ്മൾ ഇതിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് ഈ വാർഡ്രോബിൻ്റെ. ഡ്രസ്സിങ് ഏരിയ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ അത് ടേബിളും ചെയറും വുഡൻ തേക്കിൻ്റെ തന്നെ നമ്മൾ ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് ഒരു ഷോക്കേഴ്സാണ്. ഈ ഷോക്കേഴ്സിൻ്റെ പുറകുവശത്തായിട്ടാണ് വർക്കിംഗ് കിച്ചൺ. നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് കൊടുത്തേക്കുന്നത് സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിയിലും അതുപോലെ തന്നെ സിങ്ക്, പൈൻട്രി യൂണിറ്റ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ഥലം എന്നിട്ടും ബാക്കിയാണ് കേട്ടോ. നമുക്ക് കിച്ചൻ്റെ മുകളിൽ നമ്മൾ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്ക് ഉണ്ടായിരുന്നു, നമ്മൾ അടച്ചിട്ടുണ്ട്. ഒരു പുകയില്ലാത്ത വിറകടപ്പൂടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ റാക്ക് കൊടുത്തിട്ടുണ്ട്. 2 ബോട്ടിൽ റാക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് ഷോ കിച്ചണാണ്. ഇത് ഒരു വലിയ കിച്ചൺ തന്നെയാണ്. അക്കറിലേക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്നത് മുഴുവനും. ഓവൻ 2 അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിയിൽ ഡ്രോ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു PVC കട്ട്ലറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. സ്പൂണ്, കത്തി, കയ്യിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടിയിൽ കറിപ്പാത്രങ്ങളാണ്. ടാൻഡം ബോക്സാണ് നമ്മളിവിടെ മുഴുവൻ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഈ അടുക്കളയിൽ ഒരുപാട് ഡ്രോ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഓണർ ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഇത്രയധികം ഡ്രോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കിച്ചണിൽ 20ഓളം ഡ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും സ്റ്റോറേജ് സ്പേസും കിട്ടും. ചിമ്മിനിയുടെ മുകളിലും നമ്മൾ പൈപ്പ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീട് ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. ഏറ്റവും ചെറിയ വീട് മുതൽ വലിയ വീട് വരെ നമ്മൾ ചെയ്യുന്നതാണ്. മരം, മൾട്ടിവുഡ്, മറൈൻ പ്ലൈവുഡ്, ഏത് മെറ്റീരിയലിലും ക്ലയൻറ്റിൻ്റെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഏത് മെറ്റീരിയലും ഞങ്ങൾ ഇൻറ്റീരിയർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് കൊട്ടേഷൻ തരുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീടിൻ്റെ ഇൻറ്റീരിയർ വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.